ഹായ് എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ USS ചാമ്പ്യൻസ് ലീഗ്. ഓക്കെ, USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ട വളരെ ഫ്രീ ആയി നമ്മൾ നൽകുന്ന ക്ലാസ്സസിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന്. ബയോളജി പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ USSൽ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ബയോളജിയിൽ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഓരോ ഭാഗത്തു നിന്നും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ത് ചോദ്യമാണ് വന്നത്, അതേപോലെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയാണ് നമ്മളത് പഠിക്കേണ്ടത് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, ക്വിസുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ USSന് പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയി, നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് പരമാവധി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ പോകാം. നിങ്ങളും ഒന്ന് പോസ് ചെയ്ത് ആൻസർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുക, അപ്പോൾ പോസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിച്ച ആൻസർ തന്നെയാണോ ശരി എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, അല്ലാതെ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമായില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് പെയർ? തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരുപാട് ജോഡികൾ കൊടുത്തിട്ടുണ്ട്. കോമൺ കോൾഡ്, വൈറസ്, ട്യൂബർക്കുലോസിസ്, ബാക്ടീരിയ, അത്ലറ്റ്സ് ഫുഡ്, ഫംഗസ്, ടൈഫോയിഡ്, വൈറസ്. അപ്പോൾ എന്താ സംഭവം? നമുക്കറിയാം കോമൺ കോൾഡ്, ട്യൂബർക്കുലോസിസ്, അത്ലറ്റ്സ് ഫുഡ്, ടൈഫോയിഡ്, ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞതുപോലെ നമുക്ക് രോഗങ്ങളാണ് അല്ലേ. ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള രോഗങ്ങളാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് വൈറസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് അത് രോഗകാരി അല്ലേ. ആ രോഗം ആരാണ്? കോസേറ്റീവ് ഓർഗാനിസം ഏത്? ഇത് രണ്ടും പെയറായി കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ ഏതോ ഒന്ന് റോങ് പെയർ ആണെന്ന് വെച്ചാൽ ഏതോ ഒന്നിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം തെറ്റായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് പെയർ? അപ്പോൾ കോമൺ കോൾഡ് വൈറസ് ആണോ? നമുക്കറിയാം കോമൺ കോൾഡ് നമ്മുടെ ജലദോഷം അത് വൈറൽ ഡിസീസ് തന്നെയാണ്. അത് ശരിയാണ്. അപ്പോൾ ആ ആൻസർ അല്ല അല്ലേ, റോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാണ്, കറക്റ്റാണ്. ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ആണോ? ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ആണ്. അത്ലറ്റ്സ് ഫുഡ് ഫംഗസ് അല്ലേ, ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അത്ലറ്റ്സ് ഫുഡ്, നമ്മുടെ കാലിലൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗം. ടൈഫോയിഡ് വൈറൽ രോഗമാണോ? അല്ല, ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലേ. അപ്പം ഇതാണ് റോങ് പെയർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതുപോലെയുള്ള ഇപ്രാവശ്യത്തെ USSന് ഇപ്പോൾ ഇതേപോലെ ചോദിച്ചോളുന്നില്ല, വേറെ ഏതെങ്കിലും രോഗങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ USSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് രോഗങ്ങളും അതിൻ്റെ രോഗകാരികളും അല്ലെങ്കിൽ കോസേറ്റീവ് ഓർഗാനിസംസും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ഹോംവർക്ക് എന്നുള്ള രൂപത്തിൽ എല്ലാവർക്കും പറയാണ്, നിങ്ങൾ 3 കോളം വരയ്ക്കുക. ഓക്കെ, 3 കോളം വരയ്ക്കുക. ഒന്നാമത്തേതിൽ ബാക്ടീരിയ എന്ന് എഴുതുക, ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ്. രണ്ടാമത്തേത് വൈറസ്, മൂന്നാമത്തേത് ഫംഗസ്. എന്നിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ കോളംസ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ളതും അതേപോലെ ഈവൻ നിങ്ങൾക്ക് വേറെ പല രൂപത്തിലും കണ്ടെത്താൻ പറ്റും അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ബാക്ടീരിയൽ ഡിസീസ് 1, 2, 3, 4, 5, 6 എന്ന രൂപത്തിൽ കുറച്ചെണ്ണം നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന എണ്ണം. വൈറൽ ഡിസീസ്, അപ്പോൾ പല വൈറൽ ഡിസീസ് നമുക്കറിയാം. കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്, അതുപോലെ അങ്ങനെ ഒരുപാട് ഡിസീസ്, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, അങ്ങനെയുള്ള ഒരുപാട് ഡിസീസസ് ഉണ്ടാവും. ഫംഗൽ ഡിസീസസ്, കാൻഡിഡിയാസിസ്, അത്ലറ്റ്സ് ഫുഡ്, അങ്ങനെയുള്ള ഒരുപാട് ഡിസീസസ് ഫംഗൽ ഡിസീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ഡിസീസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇടക്കിടക്ക് അതൊന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ആകുമ്പോൾ USSനൊക്കെ പോകുമ്പം എല്ലാ രോഗങ്ങളും, ലോകത്തുള്ള എല്ലാ രോഗങ്ങളും പഠിച്ചു വെക്കുക എന്നുള്ളത് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ വളരെ കോമൺ ആയിട്ട് വരുന്ന ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഡിസീസസ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് ഈ രൂപത്തിലൊന്ന് നിങ്ങൾ 3 കോളം ഉണ്ടാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു ഹോംവർക്ക്. നിങ്ങളെല്ലാവരും ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി, നമുക്കറിയാം ഹീമോഗ്ലോബിൻ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിലുള്ളതാണ് ഹീമോഗ്ലോബിൻ അല്ലേ, RBCസിലുള്ളതാണ് ഹീമോഗ്ലോബിൻ. അതൊരു റെഡ് കളർ നൽകുന്ന ഒരു പിഗ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ പ്രധാനമായിട്ടും ക്യാരി ചെയ്യുന്നത് നമ്മുടെ ലങ്സിൽ നിന്നൊക്കെ ഓക്സിജൻ എടുത്തിട്ട് അത് പിന്നെ ഹാർട്ട് വഴി പമ്പ് ചെയ്ത് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പണി. തിരിച്ചു വരുമ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ അത് കൊണ്ടുവരും. അങ്ങനെ മറ്റ് ഗ്യാസസിനെയും അത് എന്ത് ചെയ്യും, അതിനോട് ചേരാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു മോളിക്യൂളാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും ഇത് രണ്ടും കൂടി ഉണ്ടാകുന്ന ആ
പിന്നെ ആ ഒരു കോമ്പൗണ്ടിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക HbO2 ഉണ്ട് അല്ലേ, അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടിയതിന് എന്താ പറയുക, ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടിയതിനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് പറയുക അല്ലേ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടിയതിന് എന്തായിരിക്കും, നമ്മൾ വിചാരിക്കും കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ലേ. ഓക്സിജൻ ഓക്സി ഹീമോഗ്ലോബിൻ, കാർബൺ ഡൈ ഓക്സൈഡ് കാർബോക്സി ഹീമോഗ്ലോബിൻ, അങ്ങനെ നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷേ അത് തെറ്റാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല, കാർബമിനോ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന കോമ്പൗണ്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും ചേരുന്ന ഒരു പിന്നെ കോമ്പൗണ്ടാണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം കുറച്ചൊരു വിഷവാതകമാണ് അല്ലേ. അത് നമ്മൾ വിഷവാതകം ശ്വസിച്ചാൽ നമുക്ക് വലിയ രൂപത്തിൽ പ്രശ്നം ഉണ്ടാവും. ഈവൻ ഇറ്റ് മേ ലീഡ് ടു ഡെത്ത്, നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകാൻ വരെ കാരണമാവും. അതാണ് പലപ്പോഴും വിഷപ്പുക ശ്വസിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കാണുന്നില്ലേ. എന്താ സംഭവം, അവർ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കും അല്ലേ. പല വിഷപ്പുകയിലും എന്തുണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അത് ശ്വസിച്ചാൽ ഹീമോഗ്ലോബിന് ഈ കാർബൺ മോണോക്സൈഡ് ഭയങ്കര ബൈൻഡിങ് ആണ് ബാക്കി എല്ലാത്തിനേക്കാളും. അപ്പോൾ എന്ത് ചെയ്യും, ഹീമോഗ്ലോബിനൊക്കെ മൊത്തത്തിൽ കാർബൺ മോണോക്സൈഡ് കൊണ്ട് ബൈൻഡ് ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് ചെയ്യില്ല, ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മൾ ഈ വിഷപ്പുകയൊക്കെ ശ്വസിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ അതല്ല, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുന്നത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അറിയാത്തവരൊന്ന് എഴുതി വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞ അല്ലേ സംഭവം ഞാൻ വിശദീകരിച്ചല്ലോ, അത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് ഓരോന്നും നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ ആണ് ഓക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ പ്ലസ് കാർബൺ മോണോക്സൈഡ് ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാർബോക്സി ഹീമോഗ്ലോബിനും ചിലപ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു ചോദ്യത്തിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പോവാം. വിച്ച് കണ്ടീഷൻ ക്രിയേറ്റ്സ് മോർ റെസിസ്റ്റൻസ് ടു ഓക്സിജൻ കണ്ടക്ഷൻ. അതായത് ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിലൂടെ ഹീമോഗ്ലോബിൻ വഹിച്ച് ഇങ്ങനെ കണ്ടക്ട് ചെയ്യണം അല്ലേ, ഓക്സിജനെയും കൊണ്ട് ഇങ്ങനെ പോകണം. അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനൊരു തടസ്സം ഉണ്ടാക്കുന്നത് ഏത് കണ്ടീഷനാണെന്നാണ് ചോദിച്ചത്. അതായത് നമുക്കറിയാം നമ്മുടെ ബ്ലഡിലൂടെ ഓക്സിജൻ ഇങ്ങനെ കൊണ്ടുപോകണം, ഹീമോഗ്ലോബിനാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ കൊണ്ടുപോകാൻ വേണ്ടി ആ ഹീമോഗ്ലോബിനെ തടയുന്ന എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഏതായിരിക്കും എന്നാണ് ചോദ്യം. ബ്രീത്തിങ് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ ഉണ്ടാവുമോ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ അത് ഓക്സിജൻ ക്യാരി ചെയ്യുന്നതിലൊരു തടസ്സമാകും. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഓപ്ഷൻ എ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ, നമ്മൾ താഴെയും കൂടി വായിച്ചു നോക്കണം അല്ലേ. ഇൻഹലേഷൻ ഓഫ് ജനറേറ്റർ ഫ്യൂംസ്, ജനറേറ്ററിലെ പുക ശ്വസിക്കുന്നത്. ജനറേറ്ററിൽ നിന്ന് പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുക അതിലെന്തുണ്ടാകും, അതിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അതും ഏകദേശം സെയിം കാര്യം തന്നെയാണ്, അതും ഒരു ആൻസറാണ്. ഫോർമേഷൻ ഓഫ് കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടുന്നത്, അതും എന്താണ്, കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാലാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടുന്നത്. അപ്പോഴും ഈ ഓക്സിജൻ കണ്ടക്ഷന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ് അല്ലേ, എ ബി സി കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾ എനോ ബിന്നോ സീനോ കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് പോകും. കാരണം എന്താ, എല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്, ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നത് തന്നെ ആൻസറായിട്ട് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സിലൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.